ആയിരങ്ങളെന്നുടെ നേർക്കു വന്നെതിർക്കലും വീതിയുള്ള പക്ഷങ്ങൾ സാധുവേ മറച്ചിടും. 2 ദിനവൃത്താന്തം 15:7. നിങ്ങൾ ധൈര്യമായിരിപ്പിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിച്ച ചുരുക്കം രാജാക്കന്മാരിൽ ഒരാളായിരുന്നു യഹൂദ രാജാവായ ആസ. സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതനും ന്യായപ്രമാണവും ആ കാലത്ത് അവർക്കില്ലായിരുന്നു. എന്നാൽ ഓദേദ് പ്രവാചകനിലൂടെയുള്ള ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ ആസ അംഗീകരിച്ചു. വിഗ്രഹങ്ങൾ നശിപ്പിച്ചു വിഗ്രഹാരാധിയായിരുന്ന തൻ്റെ മാതാവിനെ രാജ്ഞി പദവിയിൽ നിന്ന് നീക്കി യാഗപീഠം നന്നാക്കി ദൈവത്തിന് യാഗം കഴിച്ചു. എല്ലാവരും സത്യദൈവത്തിലേക്ക് തിരിയണമെന്ന് കൽപ്പനയും പുറപ്പെടുവിച്ചു. അപ്പോൾ യഹോവ അവർക്ക് സന്തോഷവും ദേശത്തിന് വിശ്രമവും നൽകി. പ്രിയമുള്ളവരെ, ദൈവപാതകളിൽ വിശ്വസ്തരായിരുന്നാൽ സമാധാന സമൃദ്ധി നമുക്കും ലഭ്യം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, പരാജയങ്ങളിൽ നിന്ന് മടങ്ങി വരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. തിരുമുമ്പാകെ സന്തോഷമായി ജീവിക്കാൻ കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ, ആമേൻ.